ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് റേസർ പേ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു പേയ്മെന്റ് പേജ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതിന് മുന്നേ റേസർ പേ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. റേസർ പേ എന്ന് പറയുന്നത് ഒരു പേയ്മെന്റ് ഗേറ്റ് വേ ആണ്. അതായത് നമ്മൾ നോർമലി പേയ്മെന്റ് കളക്ട് ചെയ്യുന്ന എങ്ങനെയാണ്, ഒന്നുകിൽ QR കോഡ് വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ UPI ID വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ഗൂഗിൾ പേന്റെ നമ്പർ കൊടുത്തിട്ടായിരിക്കും. എന്നാൽ നമ്മൾ ബിസിനസ് പർപ്പസിലേക്ക് നോക്കുന്ന സമയത്ത് പലപ്പോഴും ഇതിന് പല ഡിഫിക്കൽട്ടീസും വരുന്നുണ്ട്. എസ്പെഷ്യലി നമ്മൾ വെബ്സൈറ്റ് ത്രൂ നമ്മൾ പേയ്മെന്റ് കളക്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പം ചില കസ്റ്റമേഴ്സ് നമുക്ക് ATM കാർഡ് വെച്ചിട്ടായിരിക്കും പേയ്മെന്റ് ചെയ്യുന്നത്, ചിലർ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടായിരിക്കും, ചിലർ നെറ്റ് ബാങ്കിങ് ആയിരിക്കും. ഇപ്പൊ എല്ലാവർക്കും ഒന്നും ഗൂഗിൾ പേ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനാണ് പേയ്മെന്റ് ഗേറ്റ് വേ എന്ന് പറയുന്നത്. കാരണം പേയ്മെന്റ് ഗേറ്റ് വേ ത്രൂ നമ്മൾ പേയ്മെന്റ് കളക്ട് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ഈ എല്ലാ ഓപ്ഷൻസും അതിൽ അവൈലബിൾ ആണ്. അതിൽ അവർക്ക് ആ കസ്റ്റമർക്ക് ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണോ അത് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അതാണ് റേസർ പേ എന്ന് പറയുന്നത്. റേസർ പേന്റെ ഞാൻ സജസ്റ്റ് ചെയ്യാൻ വേറെ കാരണം കൂടി വെച്ചാൽ റേസർ പേ നല്ല സപ്പോർട്ടാണ് അവര്. കാരണം നമ്മൾ എന്തൊരു കംപ്ലൈന്റ് ഒക്കെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ തിരിച്ച് ഇങ്ങോട്ട് വിളിച്ചിട്ട് നമുക്ക് ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്ത് തരും. മാത്രമല്ല നമ്മൾ ഓട്ടോമേഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പം പാബ്ലി കണക്ട് പോലുള്ള ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഇപ്പം നമ്മൾ ഓട്ടോമേഷൻ ചെയ്യാൻ, ഇപ്പം നിങ്ങൾക്ക് ഒരാൾ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഇമെയിൽ പോകണം, അല്ലെങ്കിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് പോകണം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ഓട്ടോമേഷൻ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് റേസർ പേന്റെ ഫ്രീ അക്കൗണ്ടിൽ തന്നെ നമുക്ക് ഈ ഒരു ഓട്ടോമേഷൻസ് കാര്യങ്ങളെല്ലാം തന്നെ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. വെബ് ഹുക്ക് യൂസ് ചെയ്തുകൊണ്ട് സെറ്റപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഗുണം കൂടി ഇതിനുണ്ട്. മാത്രമല്ല റേസർ പേന്റെ ഓൺ ബോർഡിംഗ് സപ്പോർട്ട് എല്ലാം വളരെ ഈസിയാണ്, നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് റേസർ പേയിൽ ഓൺ ബോർഡിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. തീർച്ചയായും ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ താഴെയുള്ള ലിങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റേസർ പേന്റെ ഫ്രീ അക്കൗണ്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഇതിലൊരു പേയ്മെന്റ് പേജ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ജസ്റ്റ് അതിനായിട്ട് ഈ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ താഴെ പേയ്മെന്റ് പേജസ് എന്നുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് പേജസ് വന്ന് കാണാം. ഇപ്പം ഞാൻ ഓൾറെഡി ഒരുപാട് പേജസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. നിങ്ങൾക്ക് അവിടെ ജസ്റ്റ് ബ്ലാങ്ക് ആയിരിക്കും. അപ്പോൾ അതിനുശേഷം ഇവിടെ ക്രിയേറ്റ് പേയ്മെന്റ് പേജ് എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഇവിടെ രണ്ട് ഓപ്ഷൻസ് നിങ്ങൾക്ക് വരും. ഒന്ന് പേയ്മെന്റ് പേജസ് എന്നുള്ളതും ഒന്ന് സ്റ്റോർ ഫ്രണ്ട് പേജ് എന്നുള്ളതും. ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട്, ആ പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ജസ്റ്റ് ഒരു പേയ്മെന്റ് പേജ് മാത്രം മതി എന്നുണ്ടെങ്കിൽ സെലക്ട് പേയ്മെന്റ് പേജ് എന്നുള്ള ഈ ഒരു നോർമൽ പേയ്മെന്റ് പേജ് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇന്റർഫേസ് ആയിരിക്കും വരിക. അതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈറ്റിൽ കൊടുക്കാനുണ്ടാവും. അപ്പോൾ ടൈറ്റിൽ ഞാൻ ജസ്റ്റ് ഒരു ടൈറ്റിൽ വെറുതെ ഇവിടെ കൊടുക്കുവാണ്. ഓട്ടോമേഷൻ സെറ്റപ്പ് ചാർജ് എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. ചാർജ് എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ആഡ് ഗോൾ ട്രാക്കർ വേണമെങ്കിൽ കൊടുക്കാം. ആഡ് ഗോൾ ട്രാക്കർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫിക്സഡ് ഇത്ര എമൗണ്ട് കളക്ട് ചെയ്തു, അല്ലെങ്കിൽ ഇത്ര സീറ്റ് എത്ര എണ്ണം വിറ്റു, അല്ലെങ്കിൽ ഇത്ര എണ്ണം വിറ്റു എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് കാണിക്കാൻ പറ്റും ആൾക്കാരെ, അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് കളക്ട് ചെയ്തു എന്നൊക്കെയുള്ള രീതിയിൽ. ഇപ്പോൾ നിങ്ങളൊരു കോഴ്സൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ ഇപ്പം 50 സീറ്റിൽ ഇത്ര സീറ്റ് ഫില്ലായി, അല്ലെങ്കിൽ ഇത്ര പേര് പേയ്മെന്റ് ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കാണിക്കാൻ പറ്റും. അതിനാണ് നമ്മൾ ആഡ് എ ഗോൾ ട്രാക്കർ എന്നുള്ള യൂസ് ചെയ്യുന്നത്. അവിടെ നിങ്ങൾക്ക് വേണമെന്നൊരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുക്കാൻ പറ്റും. നിങ്ങളെ സോഷ്യൽ മീഡിയ ഐക്കൺസ് കൊടുക്കാം, നിങ്ങളുടെ ഇമെയിൽ ID കോൺടാക്ട് നമ്പറൊക്കെ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ വരുന്നത് ഈ ഫോമിലേക്കാണ്. ഫോമിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇമെയിൽ, ഫോൺ എന്ന് പറഞ്ഞാൽ ഡിഫോൾട്ട് ആയിട്ടുണ്ടാവും. ഇതിന്റെ പൊസിഷൻ നമുക്ക് വേണമെങ്കിൽ മാറ്റാൻ പറ്റും. ഈ ഇവിടെ ഇങ്ങനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഈ ഡോട്ടിൽ മൗസ് പോയിന്റർ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു എറോ മാർക്ക് വരും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ പൊസിഷൻസ് മാറ്റി വെക്കാൻ പറ്റും. അപ്പം ഞാനിതിൽ ഇനിയിപ്പം നിങ്ങൾക്ക് പുതിയൊരു ഫീൽഡ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് ഫീൽഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് സിംഗിൾ ലൈന് ആൽഫബെറ്റ്സ് മാത്രം ടൈപ്പ് ചെയ്യാൻ പറ്റുന്നത്, ആൽഫ ന്യൂമറിക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നത്, നമ്പർ, ഇമെയിൽ ID, ഫോൺ നമ്പർ, ലിങ്ക്, ലാർജ് ഇപ്പം അഡ്രസ് ഒക്കെ ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാർജ് ടെക്സ്റ്റ് ഏരിയ, പാൻ നമ്പർ കളക്ട് ചെയ്യാം, പിൻകോഡ് കളക്ട് ചെയ്യാം, ഡ്രോപ്പ് ഡൗൺ, ഡേറ്റ് പിക്കർ, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. എനിക്ക് ഇതിൽ നെയിമും കൂടി ആഡ് ചെയ്യണം. അപ്പം നെയിം ആഡ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ സിംഗിൾ ലൈൻ ടെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാണ്. അതിനുശേഷം ഇവിടെ ഫുൾ നെയിം എന്നാണ് കൊടുത്തു. ഫുൾ നെയിം എന്നാണ് കൊടുത്ത് ഞാനിവിടെ അത് സേവ് ചെയ്തു. സേവ് ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് അതിൻ്റെ പൊസിഷൻ ഞാൻ മാറ്റി ഫസ്റ്റ് കൊണ്ടുവച്ചു. ഇനി എനിക്കിതിൽ എത്രയാണ് പ്രൈസ് എന്നുള്ളത് കാണിക്കണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ പ്രൈസ് ഫീൽഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു. അതിൽ ഫിക്സഡ് എമൗണ്ട് എന്നുള്ള ഒരു ഫിക്സഡ് എമൗണ്ട് നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ കസ്റ്റമർക്ക് തീരുമാനിക്കാം എത്ര പേയ്മെന്റ് ചെയ്യണം എന്നുള്ളത്. പിന്നെ എന്തെങ്കിലും ഐറ്റം, ഇത്ര ഐറ്റത്തിന് ഇത്ര രൂപ എന്നുള്ള രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഞാനിവിടെ ഫിക്സഡ് എമൗണ്ട് ആണ് കൊടുക്കുന്നത്. ഫിക്സഡ് എമൗണ്ട് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ചാർജ് എന്നാണ് കൊടുത്തു. അതിനുശേഷം ഇവിടെ 599 എന്നാണ് കൊടുത്തു. സേവ് കൊടുത്തു. ഇപ്പം ആ ഒരു എമൗണ്ട് അവിടെ കാണിക്കും. ഇപ്പം ഇങ്ങനെയായിരിക്കും ഫോം അവരുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ, എമൗണ്ട് കാണിക്കും. അതിനുശേഷം അവർ പേ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും. ഇനി ഇതിൽ നമുക്ക് പേജിന്റെ സെറ്റിംഗ്സിൽ കുറച്ച് കാര്യങ്ങൾ പറയാം. പേജ് സെറ്റിംഗ്സ് എടുത്തതിനു ശേഷം നമുക്ക് ഈ ലിങ്കിന് എന്തെങ്കിലും ഒരു നമ്മളെ പേജിനുള്ള ഒരു യുണീക്ക് ID കൊടുക്കാൻ പറ്റും. ഇപ്പം ഞാനിവിടെ ഓട്ടോമേഷൻ സെറ്റപ്പ്
ചാർജ് എന്ന് പറഞ്ഞ് കൊടുത്തു. അതിനുശേഷം ഞാനിവിടെ ഡാർക്ക് തീം കൊടുത്തു. ഡാർക്ക് തീം വെച്ചാൽ നമ്മൾ കുറച്ചും കൂടി സിസ്റ്റത്തിലായാലും ഫോണിലായാലും കുറച്ചുകൂടി കണ്ണിന് നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള ഡാർക്ക് തീമാണ്. ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഡാർക്ക് തീം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡാർക്ക് തീം യൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലൈറ്റ് തീം ആക്കിയിട്ട് സെറ്റ് ചെയ്യാം. അതിനുശേഷം ഇവിടെ പേജ് എക്സ്പയറി ഡേറ്റ്, ഇപ്പം നിങ്ങൾക്ക് ഒരു ഇത്ര ദിവസത്തേക്ക് മാത്രം ഈ പേജ് ആക്റ്റീവായി നിന്നാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ടിക്ക് മാർക്ക് ഒഴിവാക്കി ആ ഡേറ്റ് ഇവിടെ സെലക്ട് കൊടുക്കാം. അപ്പോൾ ആ ഡേറ്റ് വരെ മാത്രമേ ഈ പേജ് വർക്ക് ആവത്തുള്ളൂ. അതല്ല നിങ്ങൾക്ക് എപ്പം കസ്റ്റമർക്ക് നോക്കിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഈ ലിങ്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോ എക്സ്പയറി തന്നെ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു പേജിന്റെ ലിങ്ക് ഷെയർ ചെയ്യാൻ പറ്റും. അതിനുശേഷം ഈ ഒരു പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് എന്താണ് കാണിക്കേണ്ടതെന്ന് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പം എന്തെങ്കിലും ഒരു മെസ്സേജ് ആണ് താങ്ക് യു ഫോർ യുവർ പേയ്മെന്റ് എന്ന് പറഞ്ഞിട്ട്, അല്ലെ താങ്ക് യു ഫോർ ചൂസിങ് ആസ് എന്ന് പറഞ്ഞിട്ട് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഷോ കസ്റ്റമേഴ്സ് എന്നുള്ള ശേഷം അവിടെ ഈ ഒരു മെസ്സേജ് കൊടുക്കാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് ഈ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പേജിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങളുടെ വെബ്സൈറ്റിലുള്ള ഒരു ലിങ്കിലേക്കോ പേജിലേക്കോ ആണ് അവർ പോകേണ്ടതെന്നുണ്ടെങ്കിൽ റീഡയറക്ട് യുവർ വെബ്സൈറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ലിങ്ക് അവിടെ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫേസ്ബുക്കിന്റെ പിക്സൽ, ഗൂഗിൾ ട്രാക്കിംഗ് ഐഡി ഒക്കെ ഇതിൽ കൊടുക്കാൻ പറ്റും. ഫേസ്ബുക്ക് പിക്സൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയുണ്ടാവും, നമ്മൾ ഇപ്പം പല വെബ്സൈറ്റിൽ നോക്കുന്ന സമയത്ത് അതിൽ നമ്മളതേ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നോക്കി അതിനുശേഷം ഫേസ്ബുക്കിൽ വരുന്ന സമയത്ത് നമുക്ക് ആ പ്രൊഡക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു സൈറ്റിനെ കുറിച്ചുള്ള ആഡുകൾ നമുക്ക് ഫേസ്ബുക്കിൽ വരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഫേസ്ബുക്ക് പിക്സൽ യൂസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഫേസ്ബുക്ക് പിക്സലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ പേയ്മെന്റ് ചെയ്യുന്നവരെ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റീടാർഗറ്റിംഗിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനൊക്കെ വേണ്ടി നിങ്ങൾക്ക് ഫേസ്ബുക്ക് പിക്സൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തതിനു ശേഷം ജസ്റ്റ് സേവ് ചെയ്യാം. സേവ് ചെയ്തതിനു ശേഷം ക്രിയേറ്റ് ആൻഡ് പബ്ലിഷ് എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. പബ്ലിഷ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു പേയ്മെന്റ് പേജ് അവിടെ ക്രിയേറ്റ് ആവും. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാണാം ഞാൻ ലാസ്റ്റ് കൊടുത്ത ഈ ഒരു ഇത് വന്നിട്ട് ഓട്ടോമേഷൻ സെറ്റപ്പ് ചാർജ് എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം ഇവരെ ഈ ഒരു കോപ്പി എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് കോപ്പി ചെയ്യാം. അതിനുശേഷം ഇത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിൽ തന്നെയുള്ള ബട്ടണിൽ നിങ്ങൾക്ക് ബട്ടണിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ നമ്മുടെ ഈ പേജിലേക്കായിരിക്കും വരിക. ഈ രീതിയിൽ നിങ്ങൾക്ക് പേയ്മെന്റ്സ് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ റേസർ പേയിൽ പേയ്മെന്റ് പേജസ് സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക, നിങ്ങളെ കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.